ഇനി വിപണി വിലയിരുത്തലുമായ ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസിലെ സീനിയർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റും ജനറൽ മാനേജറുമായ കെ ദിലീപ് ഉണ്ട്. ദിലീപ്, ഇന്നത്തെ വിപണി വിലയിരുത്തൽ എങ്ങനെയാണ്? ഇന്ന് നേരിയ നേട്ടത്തിൽ വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾ ഒരു വിപണിയുടെ തിരിച്ചുവരവ് പ്രകടമായിരുന്നെങ്കിൽ കൂടിയും അവസാന മണിക്കൂറിൽ വീണ്ടും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്നുള്ള വലിയൊരു വിൽപ്പന ആ ഒരു നേട്ടത്തിന്റെ തോത് കുറയ്ക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വലിയ തോതിൽ തന്നെ വിപണിയിൽ വിൽപ്പന നടത്തുകയാണ്. ഇതുവരെ നോക്കുകയാണെങ്കിൽ ഈ ഒരു മാസം തന്നെ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 80,000 കോടി രൂപ കവിഞ്ഞു വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ വിൽപ്പന. വരും ദിവസങ്ങളിലും അവരുടെ വിൽപ്പന തുടരുകയാണെങ്കിൽ തീർച്ചയായും അത് വിപണിയെ സമ്മർദ്ദത്തിലാക്കാനുള്ള സാധ്യതയുണ്ട്. മിക്കവാറും സാങ്കേതിക നിലവാരങ്ങളെല്ലാം ഭേദിച്ചുകൊണ്ടാണ് സൂചികളിൽ വ്യാപാരം നടക്കുന്നത്. മുൻതിര സൂചിയായി നിഫ്റ്റി 23,000 നിലവാരത്തിൽ താഴേക്ക് നീങ്ങി. ആ ഒരു നിലവാരം ഭേദിച്ച് മറികടന്ന് 23,300 എന്ന നിലവാരത്തേക്ക് നീങ്ങി വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഇനി വിപണി മുന്നോട്ട് നീങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുള്ളൂ. മറിച്ചാണെങ്കിൽ വിൽപ്പന സമ്മർദ്ദം തുടരാൻ തന്നെയാണ് സാധ്യത. ഇനി ഈ ഒരു മാസം 3 വ്യാപാര ദിനങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ശനിയാഴ്ച ബജറ്റ് അവതരിപ്പിക്കുന്നു. ബജറ്റ് ദിവസം പ്രത്യേക വ്യാപാര ദിനവുമുണ്ട്. എന്തായാലും ഈ ഒരു ഘടകങ്ങളെല്ലാം വിപണിയിൽ വളരെ സ്വാധീനിച്ചേക്കാം. പ്രത്യേകിച്ചും ബജറ്റ്, ഒപ്പം തന്നെ ആഭ്യന്തര തലത്തിൽ കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ, ഇതൊക്കെയാണ് വിപണി സ്വാധീനിക്കാനുള്ളത്. ആഗോള സാഹചര്യങ്ങൾ തികച്ചും തൃപ്തികരം തന്നെയാണ്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ വിൽപ്പന ഒന്ന് മാത്രമാണ് ഇപ്പോൾ വിപണിയെ സമ്മർദ്ദത്തിലാക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും വലിയ തോതിലുള്ള കയറ്റങ്ങൾ വിപണിയിൽ തുടരാൻ തന്നെയാണ് സാധ്യത. എന്നാൽ ചെറുകിട നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം വിപണിയിൽ ഇപ്പോഴുള്ള ഈ ഒരു വീഴ്ച ഒരു നിക്ഷേപ അവസരം തന്നെയാണ്. മികച്ച ഓഹരികൾ തിരഞ്ഞെടുത്തുകൊണ്ട് ഇപ്പോഴത്തെ ഈ ഒരു വിപണിയിലെ തിരുത്തൽ സാധ്യത പ്രയോജനപ്പെടുത്താവുന്നതുമാണ്. എന്തായാലും ഇന്നലത്തേതിനേക്കാൾ നേരിയ നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക.